യെസ്. അപ്പോൾ നമ്മൾ കണ്ണൂരിലെ ലാസ്റ്റ് ദിവസമാണ്. നാളെ നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ നമ്മൾ 2 ദിവസത്തേക്ക് ഹോസ്റ്റ് ചെയ്ത് അതിലാണ്. ഇതാണ് അതിൻ്റെ പേര്. ഹലോ ആൻറ്റി, എന്തായാലും എൻ്റെ വ്ളോഗിൽ എന്തായാലും 2 വാക്ക് എന്നെക്കുറിച്ചും അതിനെക്കുറിച്ച് 2 വാക്ക്. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. 2 ദിവസം നല്ല അടിപൊളിയായിരുന്നു. പോകുമ്പോ എല്ലാരും പോകുമ്പോ ഭയങ്കര സങ്കടം വരുന്നു. അപ്പൊ ഇനിയും വരുക ഉറപ്പായിട്ടും. വാ, ഹായ് ഹായ് പറ. ഹായ്, ഹലോ. എങ്ങനെ ഹലോ പറയുന്നത്? എങ്ങനെയാ ഹലോ പറയടാ? പോണ്ടേ നമുക്ക്? ട്രിവാൻഡ്രത്ത് പോന്ന് പറ. പറയ്. അബി അബി ഭാരത് ഗൈസ്. അബി ഇതാ സ്കൂളിൽ പോവാണ്. സമയം 10:55. അപ്പോൾ അബി ഇന്ന് സ്കൂളിൽ പോകാൻ പറഞ്ഞിട്ട് ടീച്ചറെ വിളിച്ചിട്ട് അബി സ്കൂളിൽ പോവാണ്. അപ്പം അതുലിൻ്റെ അനിയന്മാരാണ് അബിയും അച്ചു. നമുക്ക് പോവാം. നമ്മൾ മയിൽ വാഹനം ദൂ കിടക്കുന്നു. ഡ്രൈവർ സ്പൾബറുണ്ട്. ഇറങ്ങി ഇതാ കാർ ഇറക്കാൻ പോവാണ്. ഗൈസ് അബി വ്ളോഗറാണ്. അബിയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അച്ചു എന്തായാലും പറ. അച്ചു ഇത്രയും നേരം ഇവിടെ സംസാരിച്ച് നമ്മൾ പോവല്ലേ? ട്രിവാൻഡ്രത്ത് പോകുന്നോടാ. എവിടെ പോവാ നമ്മൾ? ട്രിവാൻഡ്രം എവിടെ? അമ്മ ഇതാ എവിടെ? അപ്പൊ നമ്മൾ ഗൈസ് ഫസ്റ്റ് അതിൻ്റെ അമ്മച്ചിരി വീട്ടിൽ പോവാണ്. അവിടെ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. സ്പൾബർ പ്രോ റൈഡറാണ് ഗൈസ്. ഇന്നത്തെ പ്ലാൻസ് എന്താ? എന്തൊക്കെയൊക്കെയോ പ്ലാൻ ഉണ്ട്. നമ്മളൊന്നും പറഞ്ഞൊന്നും നടക്കൂല. നമ്മൾ എന്തൊക്കെയൊക്കെയോ പ്ലാൻ ഉണ്ട്. ഇവിടങ്ങളൊക്കെ വെച്ച് നമ്മൾ എടുക്കാം. നല്ല കാറ്റുണ്ട്, മഴക്കുള്ള നല്ല സാധ്യതയാണ് ഗൈസ്. അങ്ങനെ അബിയുടെ സ്കൂളിൽ എത്തിയിരിക്കുന്നു. സ്കൂളിൽ പോണ്ടേ? നമുക്ക് സ്കൂളിൽ എന്നാ സ്കൂളിൽ പോവാ? വലുതായിട്ടോ? വലുതായിട്ടോ? ഓക്കെ. അങ്ങനെ അബിയുടെ സ്കൂളെത്തി. അതിലൂടെ അല്ലേ പഠിച്ചേ? ഞാൻ പഠിച്ചു. അച്ചു ഇവിടെ പഠിക്കാൻ പോവാ. ബൈ ബൈ, കാണാം. വരും, ഞാൻ വരും. ബൈ ബൈ. നേരെ തന്നെ അബി പോവാണ് സ്കൂളില്. രാവിലത്തെ ക്ലാസ്സിന് 11 മണിക്ക്. നമുക്കൊരു നിമിഷക്കവി ഉണ്ട്. നിമിഷക്കവിയാണ്. അപ്പൊ മോനെ ജാടയോ? അടുത്ത സ്റ്റോപ്പ് എത്തി. ഹൈഫൈ. ബൈ. ടാറ്റാ. വരുന്നില്ലേ? പിന്നെ വരാം. ബൈ ബൈ ബൈ. ശരി എൻ്റെ പോയിട്ട് വിളിക്കാം. വീഡിയോ കോൾ വിളിക്കാവേ. ഓക്കെ ഓക്കെ. ശരി ടാറ്റാ. നമ്മളങ്ങനെ പേരാവൂർ ടൗൺ എത്തി. ഇവിടെ നമ്മൾ രാത്രി സിനിമ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഗിർ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം ഗൈസ്. അത്യാവശ്യം ട്രിവാൻഡ്രത്തുള്ളവർക്ക് എന്താ പറയുന്നത്, നല്ലതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫുൾ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല സ്ഥലമാണ്. ഗിർ അടിപൊളി സിനിമ. പിന്നെ അതുള്ള അച്ഛനെ കൊണ്ട് കടയിൽ കയറി കണ്ടിട്ട് പോവാൻ. നമ്മൾ അങ്കിളിൽ വന്ന് കണ്ടിട്ട് പോകാൻ ഗൈസ്. അങ്കിളിനെ കാണിച്ചു. ഇതാണ് അങ്കിൾ ടാറ്റ പറഞ്ഞ്. പേരാവൂർ റീജിയണൽ ബാങ്കിൻ്റെ നീതി എന്നുള്ള സൂപ്പർ എല്ലാ സാധനവും ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഹോം അപ്ലയൻസ് എല്ലാം ഉള്ള സംഭവമാണ്. അപ്പോൾ അങ്ങോട്ട് ടാറ്റ പറഞ്ഞ് നമ്മൾ പോവാണ്.
പിന്നെ ഇത്രയും നമ്മൾ ബ്ലോഗ് എടുത്തില്ല ഗൈസ്. കാരണം ഇന്നലെ എന്താ ബ്ലോഗ് എടുക്കാത്ത? ഞാൻ ഉറങ്ങിപ്പോയി ഗൈസ്. നമ്മളൊരു കടയിൽ നിർത്തി. നെയ് 10 പത്തിരിയാണ്. നെയ് 10 ചിക്കൻ കറിയും കഴിക്കുകയാണ്. 2000 ഉണ്ട്. അടുത്ത് എന്താണ് പരിപാടി നോക്കിയിട്ട് പറയാം, അല്ല കാണിക്കാം. അങ്ങനെ നമ്മൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന കിടിലമായ റോഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട്? പാലക്കയം തട്ട് എന്ന കണ്ണൂരിലെ അതിമനോഹരമായ സ്ഥലം എന്ന് ഇവർ അവകാശപ്പെടുന്ന സ്ഥലത്തോട്ടാണ് ഗൈസ്. ഞാൻ പോയി ഞാൻ വിലയിടും അത്ര ഇവർ ഹൈപ്പ് കയറ്റി എത്ര ഉണ്ടോ എന്ന്. പക്ഷെ റോഡ് സൂപ്പറാണ്. കേരള ഗവൺമെൻറ് അടിപൊളി. അപ്പം റോഡ് കിടിലൻ റോഡ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം അല്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡെന്നല്ലേ പറഞ്ഞേ? കഴിഞ്ഞ പ്രാവശ്യം ഫുൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്രാവശ്യമാണ് സൂപ്പർ റോഡ്. അത് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്, ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കണ്ട ഇറക്കം പോലെ തോന്നും, പക്ഷെ കയറ്റമാണ്. പാലക്കയം തട്ട് യെസ് ഇങ്ങോട്ടാണ് ഗൈസ് പോകേണ്ടത്. അപ്പം നമ്മളിവിടെ നിന്ന് ഇപ്പം തിരിയും ഇങ്ങോട്ട്. ഇത് കണ്ണൂരിലെ ഗ്രാമങ്ങളാണ്. അതാ കണ്ട ചുരം ഇനി ഫുൾ കയറ്റമാണ്. പിന്നെ പാലക്കയം തട്ട് എത്തിയിട്ട് നമുക്ക് കാണാം. കണ്ടോ അതിമനോഹരമായ സ്ഥലങ്ങൾ കണ്ടോ? ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ വീട്ടിലിരിക്കാൻ തോന്നുന്നു? വീടിന്റെ ആധാരം പണയം വെച്ച് ഇറങ്ങൂ. ഇബിൽ ജെറ്റിന്റെ നാട്ടിൽ വരുമ്പോൾ നമ്മൾ അവരുടെ ഡയലോഗൊക്കെ പറയണ്ടേ? കൂട്ടുകാരന്റെ വണ്ടി മോഷ്ടിച്ച് ഇറങ്ങൂ. ഈ അതിമനോഹരമായ സ്ഥലങ്ങൾ കാണൂ സുഹൃത്തുക്കളെ. നമ്മൾ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. 20, 25, 30, 35 നമ്മൾ പറപ്പിച്ച് വിടാണ്. ഇപ്പം ഈ ചുരമൊക്കെ പോകുമ്പോൾ 10, 15 ഇപ്പം നമ്മൾ കയറും. ആടൊക്കെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. വരുമ്പോ എത്ര നേരം എന്തുകൊണ്ട് വഴി തെറ്റില്ലാത്തില്ലെന്ന് ആലോചിച്ചിരിക്കുകയാണ്. നമുക്ക് ഒഫീഷ്യലി വഴി തെറ്റിയിരിക്കുന്നു, റോഡില്ല. അയ്യോ ജീപ്പൊക്കെ ഇറങ്ങി വരുന്നു ഗൈസ്. അവിടെ ഒരു വീടുണ്ട് ഗൈസ്. ഒഫീഷ്യലി നമ്മൾ വഴി തെറ്റിയിരിക്കുന്നു. ഇത് കാപ്പിയല്ലടാ അല്ലേ ഗൈസ്? ഇവിടെ കൊക്കോയാണോ? ആ കൊക്കോ കൃഷിയാണ്. ആ മറ്റേ മരത്തിൽ പിടിച്ച് കെട്ടിയിട്ടില്ല. ലേലു ഇവിടെയൊക്കെ ഫുൾ ജീപ്പാണ് ഗൈസ്. ജീപ്പേ കയറുള്ള. അവിടെ നമ്മൾ ഇതായിരുന്നു വണ്ടി ജീപ്പാണോ അല്ലേ? ഇതേതാ വണ്ടി? ഉണ്ടായത് i20 നമ്മൾ കയറ്റി. പിന്നല്ല അയ്യോ കുറച്ചേക്കോ ഒരു ഓൾട്ടോയെ കയറിപ്പോയെ. നമ്മളെ ഫ്രണ്ട് കൂടെ ഒരു ഓൾട്ടോ പറന്നു പോയായിരുന്നു. അപ്പം നമ്മൾ പോവാണ് ഗൈസ്. അല്ല തിരിച്ച് നമ്മളെ ലൊക്കേഷനിലോട്ട് പോവാണ്. പക്ഷെ അടിപൊളി സ്ഥലം എന്നാ തോന്നുന്നത്. മണ്ടയ്ക്ക് ഓട്ടോ ഒക്കെ എങ്ങനെ കയറി? അത്യാവശ്യം നല്ലൊരു സ്റ്റീപ്പായ കയറ്റി നമ്മളിപ്പോൾ കയറി വന്നേ. പക്ഷെ ജീപ്പ് ഈ വണ്ടിക്ക് ലോഡ് കൊണ്ട് എങ്ങനെ കയറുന്നത്? അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ ലിഫ്റ്റൊക്കെ അടിച്ചു പോകുന്നു. എനിക്കാണ് അത് ഇവിടുത്തെ മറ്റേ ടാക്സിന്റെ കത്തിയൊക്കെ. വാവ് സൂപ്പർ സ്ഥലമാണല്ലോ. അതൊക്കെ ആൾക്കാർക്ക് തൂങ്ങിയൊക്കെ പോകുന്നു. അത് ഇവിടുത്തെ ഇതാണെന്നോ അല്ലേ? ആൾക്കാരെ കൊണ്ടുവന്ന മറ്റേ ട്രക്കർ പോലത്തെ അത് പൊടിയുടെ ബാക്കിൽ കിടന്ന സാധനം കണ്ടോ? കരിവാൾ. നമുക്ക് പോവാം ഗൈസ്. അടിപൊളി സ്ഥലം ആണ് ഗൈസ്. നല്ല തണുപ്പായിട്ടുണ്ട്. ഇവിടെ റേഞ്ച് ഒന്നും ഇല്ല ഗൈസ്. അവിടെ മണ്ടയ്ക്ക് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടോ? അതിന്റെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത്. താഴോട്ട് ഇറങ്ങിയിട്ട് ഇനി മുകളിലോട്ട് പോകും. ചാടിയൊക്കെ ഇറങ്ങുന്നു ലോറിന്നൊക്കെ ജീപ്പിന്നൊക്കെ. ഇതിന്റെ മണ്ടയ്ക്കെത്തി കാർ വർക്ക് ചെയ്ത് ഞാനൊരു സംഭവം കാണിച്ചു തരാം. യെസ് എന്താണ് ഞാൻ കാണിക്കാന്ന് പറഞ്ഞത്? നമ്മൾ സ്വർഗത്തെത്തി ഗൈസ്. സ്വർഗത്തിൽ ഇവിടെ റേഞ്ച് ഇല്ല. അല്ലെങ്കിൽ ഇത് എത്ര ആൽറ്റിറ്റ്യൂഡ് പൊക്കോ എത്ര അടി പൊക്കോ ഞാൻ പറഞ്ഞുതരാം. കുറച്ചൊരു ബാക്കി മാളിൽ പോയിട്ട് ബാക്കിയും കൂടെ കാണിക്കാം. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് 6 AM to 9 PM ടൈമിങ്. ഇത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി ട്രക്കിംഗ് ആണ് ഗൈസ്. ഇനി കുറച്ച് അധികം പിള്ളേരൊക്കെ ഓടിക്കയറുന്നു. അത് നോക്കണ്ട, ഈ പടപ്പിൽ നിന്നോളൂ. കുറച്ച് റിസ്ക്കാണ്. പക്ഷെ നമ്മൾ റിസ്ക് പോലെ എന്ന് വിചാരിച്ച് നമ്മൾ മിക്കവാറും പകുതി എത്തുമ്പോഴത്തേക്ക് ഇതിപ്പോൾ സർക്കാരായിട്ട് എടുത്ത ഗൈസ്. നമ്മൾ കേരള ടൂറിസം DTPC ആണിപ്പോൾ ഇത് നടത്തുന്നത്. നമ്മളെ സ്വന്തം DTPC. യെസ് ഇത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ട്രിപ്പായിരുന്നു ഇത്. ഞാൻ പിന്നെ കേട്ടിട്ടേ ഇല്ല. ഈ നാട്ടുകാരനായിട്ട് ഇവൻ പോലും കേട്ടിട്ടില്ല. കണ്ടോ? നമ്മൾ അവിടുത്തെ റിസപ്ഷനിൽ ആൻ്റെ അടുത്ത് ചോദിച്ച്
3500 അടി പൊക്കത്തിലാണ് ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അയ്യോ, ഇതൊരു ഹിഡൻ ജെമ്മായി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അല്ലേ? ആയിരിക്കും. ബാക്കി ഞാൻ മാറിപ്പോട്ടെ, ശ്വാസം മുട്ടണം. സ്വർഗത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐഡിയക്ക് മാത്രമേ റേഞ്ചുള്ളൂ ഗൈസ്, എയർടെലും ഇല്ല, ജിയോയ്ക്കും ഇല്ല. കണ്ടു, നമ്മൾ താഴെ നിന്ന് കയറുന്നു. ഇവിടെ നേരത്തെ കേബിൾ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ലയെന്ന് തോന്നുന്നു. സിപ്പ് ലൈനൊക്കെ എന്താ ഉണ്ടായിരുന്നു. ഓക്കെ, കണ്ടു, ഫുൾ പുല്ലൊക്കെ പിടിച്ച് സൂപ്പറാ ഗൈസ്. വീണ്ടും പഴയതുപോലെ സൈക്ലിംഗ് ഓട്ടോ ഒക്കെ തുടങ്ങണം. നല്ലോണം കേൾക്കുന്നുണ്ട്. എന്നിട്ട് സൈക്ലിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കയറി മുകളിലേക്ക് കുറച്ചുകൂടെ കയറാം. കമ്മോ കയറി അടുത്തൊരു ഫ്രെയിമിൻ്റെ അടുത്തെത്തി. ഇവിടെ നിന്ന് കറക്റ്റ് വ്യൂ കാണാൻ പറ്റും. ഫുൾ കണ്ണൂർ ജില്ല. വേറെ ഏതൊക്കെ ജില്ല ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. കണ്ടു, നേരത്തെ എൻ്റെ അഡ്വഞ്ചർ സ്പോർട്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. കണ്ടു, ഫുള്ള് മല. യെസ്, അപ്പോൾ താങ്ക് യു അതിലേട്ടാ, ഇത്ര അടിപൊളി സ്ഥലത്ത് കൊണ്ടുവന്നേ. നമ്മൾ ഈ വഴിക്ക് കയറി വന്നേ അല്ല, നമ്മൾ ഏത് വഴി കൂടെ കയറിയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. പക്ഷേ ഫുള്ള് മല, കണ്ണെത്താ ദൂരം വരെ മല. കുറേ ടീംസ് ഇങ്ങനെ കയറി ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറേ ടീംസ് വരുന്നുണ്ട്. എല്ലാവരും വരിക, പക്ഷേ സേഫ്റ്റി ഫസ്റ്റ്. സേഫാണ്, ഇത് ഗാർഡൊക്കെ ഉണ്ട് ഫുള്ള്. എന്നാലും നമ്മളെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കും. മഴ 3500 അടിക്ക് മുകളിൽ മഴ. നമ്മളെക്കാട് തോഴാണ് കിടക്കുന്നത്. നമ്മൾ ഇറങ്ങാൻ പോകുന്നു. ലാസ്റ്റ് ഒരു വർഷം വ്യൂ കാണിക്കാം. നമ്മൾ നേരത്തെ അവിടെ നിന്നാണ് വ്യൂ കാണിച്ചത്. യെസ്, ഇത് അതിൽ പോകുന്നു, അതിലായിട്ട് എന്താ പോകുന്നു. അപ്പം ഞാൻ ഇറങ്ങട്ടെ. മുകളിൽ നിന്ന് താഴെ ഇറങ്ങി 3500 അടി പൊക്കത്തിൽ നിന്ന് ഒരു കട്ടനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് 3 പേരും. നല്ല തണുപ്പാണ് ഇവിടെ, കണ്ടു. ഇനി താഴെ പോയി വണ്ടി എടുക്കുക, അടുത്ത ഡെസ്റ്റിനേഷൻ എന്താ നോക്കിയിട്ട് പോവാം. അടുത്തെത്തി. ഇതോ അവിടെ സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെയാണ് നമ്മൾ പോയത്. അവിടെ അല്ലേ? അവിടെയാണ് നമ്മൾ പോയത്. അവിടെ പോയിട്ടാണ് ഇത്രയും ദൂരം നടന്നിട്ട് കച്ചായ കുടിച്ച്. ഇതുണ്ടോ രാജാവ്, ദി കിങ് ജീപ്പ്, അതൊക്കെ സുഖമായിട്ട് കയറി വരും. പക്ഷെ നമ്മളെ വണ്ടി കയറി, നമ്മളെ അല്ലേ, നമ്മളെ മുത്തും കയറിയെന്ന്. ഇനി അടുത്ത പരിപാടികളായിട്ട് പോട്ടെ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. കറക്റ്റ് സമയത്താണ് നമ്മൾ ഇറങ്ങിയത്. ഇതേ നമ്മൾ ഇറങ്ങി വണ്ടി കയറിയത് മഴ, നല്ല സൂപ്പർ മഴ. കുറേ ആൾക്കാരതിൻ്റെ മുകളിൽ പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ഇന്ന് ലീവ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോഴും കുറേ കാർ കയറി വരുന്നുണ്ട്. നോക്കാം. ഇതേ പട്ടി അടുത്ത ലൊക്കേഷനായ സ്നേക്ക് പാർക്കിൽ എത്തിയിരിക്കുന്നു ഗൈസ്. സൂ ആൻഡ് സ്നേക്ക് പാർക്ക്. ഇവിടെ ഗിറുണ്ടല്ലോ, ഇന്നലെ കണ്ട സിനിമ ഗിർ. അത് ഇവിടെ അതിൻ്റെ ഷോർട്സ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട ഗിർ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് നമ്മളിപ്പം കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ട്രിവാൻഡ്രം സൂ ആണ് കാണിക്കുന്നത്, പക്ഷെ ഇത് ഷൂട്ട് ചെയ്തത് കണ്ണൂരാണ്. കണ്ണൂർ സ്നേക്ക് പാർക്കിലാണെന്നുണ്ടോ അതിനെ സെറ്റ് ഇട്ടിരിക്കുന്നത്. നമ്മളെ ദർശൻ സിനിമ കണ്ടവർക്ക് ലേറ്റ് ആകും. ദർശനൊക്കെ ചാടി വരുന്നതും പരശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലാണ്. ഇതുണ്ട്, ഇത് ഫുൾ സെറ്റ് ഇട്ടതാണ്. അവർ സെറ്റൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞു. ഉണ്ടോ മറ്റേ അവർ തടിയും മറ്റേ ദർശനം ഇറങ്ങി വരുന്ന ആ ഗുഹയും കറക്റ്റ് മരം എല്ലാം സെറ്റാ. കണ്ടോ, എല്ലാം സെറ്റ് ഇട്ടതാ. അപ്പം അതാ ഷൂട്ടിംഗ് സെറ്റ് ഓഫ് മലയാളം അണ്ടർ ദി ബാനർ ഓഫ് ലേറ്റർ റൂൾസ്. അപ്പം നമ്മൾ സെറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നു. വേറെ വ്ളോഗ് ഞാൻ അങ്ങനെ കണ്ടില്ല. സെറ്റിൻ്റെ ഫസ്റ്റ് വ്ളോഗ് നമ്മളെയാണ് എന്ന് പ്രതീക്ഷത്തിൽ അണ്ടർ ഫോർ എ ബിഗ് കാറ്റ് യൂണൈറ്റ് ഫോർ എ ബിഗ് കാറ്റ്. ഓക്കെ, ബൈ. ഗിർ സിനിമയിലെ രണ്ടാമത്തെ സ്പോട്ട് കണ്ടുപിടിച്ചു. നമ്മൾ മറ്റേ ഫയർഫോഴ്സ് വണ്ടി കയറാൻ വേണ്ടി ശില്പം കുത്തിപ്പൊളിക്കുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ ഇത് ഒറിജിനൽ അല്ല, തടിയാണ്, ഫ്ലൈവുഡാണ്. കണ്ടോ ഫ്ലൈവുഡാണ് ഗൈസ്. ഇതാണ് പൊളിച്ചത്. അത് നമ്മൾ ട്രിവാൻഡ്രം അല്ലേ കാണിക്കുന്ന, ട്രിവാൻഡ്രം ആണെങ്കിലും പൊളിച്ചത് ഇവിടെയാണ്. യെസ്, അപ്പോൾ നമ്മളങ്ങനെ സ്നേക്ക് പാർക്കിൽ നിന്ന് ഇറങ്ങി. സ്നേക്ക് പാർക്ക് എൻട്രി ടിക്കറ്റ് 50 50 ഓർത്താണെന്ന് ചോദിച്ചാൽ ട്രിവാൻഡ്രം വെച്ച് നോക്കുമ്പോൾ ഓർത്തല്ല. അല്ലെങ്കിൽ എല്ലാ സാധനം അത്യാവശ്യം സ്നേക്സും ഫിഷ് ഒക്കെ ഉണ്ട്. പിന്നെ മെയിൻ ഇപ്പോൾ വന്നുള്ള അട്രാക്ഷൻ ഗിർ സിനിമ കണ്ടിട്ട് വരിക. ഗിർ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റ് ഫുൾ ഇതിനകത്താണ്. അപ്പോൾ അത് കാണാൻ പറ്റും. അത് ഞാൻ ഷോർട്ട് വ്ളോഗായിട്ട് 2 വ്ളോഗായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം. ഇനി അടുത്ത് നമ്മളെങ്ങോട്ടാ
അടുത്ത് നമ്മൾ പറശ്ശിനിക്കടവാണ് ഗൈസ് പോകുന്നത്. ഗിർസനും എവിടെ എടുത്തേ? ഇവിടെ ട്രിവാൻഡ്രം ഇല്ല, വെറും പേര് മാത്രമാണ് ഗൈസ്. ട്രിവാൻഡ്രത്ത് എടുത്തിട്ടുണ്ട് ഗൈസ് കുറച്ച് ഷോർട്സ്. നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. മുത്തപ്പനെ കാണാൻ എത്തിയിരിക്കുന്നു നമ്മൾ. കുറേ ദിവസത്തെ വീണ്ടും ഒരു ആഗ്രഹമായിരുന്നു മുത്തപ്പനെ കാണണം എന്നുള്ള. മുത്തപ്പൻ്റെ അവിടെ ഉണ്ട്. ജസ്റ്റ് ഞാൻ അങ്ങോട്ട് പോയിട്ട് ബാക്കി കാണിച്ചു തരാം. യെസ്, അപ്പോൾ നമ്മൾ മുത്തപ്പൻ്റെ അടുത്ത് പോയി വന്നു. തിരിച്ചത്തെ പാലത്തിൽ കൂടെ പോവാണ്. മുത്തപ്പൻ്റെ അവിടെ കാണാൻ പറ്റുമോ? അവിടെ വെട്ടമില്ല ഗൈസ്. അപ്പോൾ അവിടെയാണ് മുത്തപ്പൻ വരുന്നത്. ഇത് വലിയ പുഴ, വലിയ പാലം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കുറേയൊക്കെ വരുന്നു. ചൂണ്ടിടുന്നു 3 ഹൈറ്റ് ചെയ്ത്. ഓക്കെ, അപ്പം നമ്മൾ മുത്തപ്പനോടെ പോയി. അവിടെ വ്ളോഗ് എടുക്കാൻ പറ്റില്ല, കുറേ അടുത്ത് ക്യാമറ അലൗഡ് അല്ല, ഷൂട്ടിങ് ഫോണൊന്നും അലൗഡ് അല്ല. അല്ലേ, നമ്മൾ വ്ളോഗ് എടുത്തില്ല. നമ്മൾ മുത്തപ്പൻ തെയ്യം കണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. നീ അതിലെൻ്റെ വീട്ടിൽ പോകുന്നു, കിടന്നുറങ്ങുന്നു. ഞാൻ രാവിലെ എണീച്ച് 9:30 ട്രെയിനിന് ഞാൻ തിരിച്ച് ട്രിവാൻഡ്രം, അത് തിരിച്ച് വീട്ടിലേക്ക്, കൊട്ടിയൂരുള്ള വീട്ടിലേക്ക്. അപ്പം നമ്മളെ ലാസ്റ്റ് വ്ളോഗാണ് കണ്ണൂരിലെയും. നമ്മൾ വ്ളോഗിൽ വരും അല്ലേ? വരൂലേ? നമ്മളിനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണും. നമ്മളുമായിട്ട് ഇവരായിട്ടുള്ള കിള്ളെങ്കിലും വീഡിയോസ് വരും. നമ്മൾ എന്തായാലും കാണും. നമ്മൾ എന്തായാലും ഇനി കിള്ളെങ്കിലും വ്ളോഗ്സ് എടുക്കാൻ പ്ലാനുണ്ട്. നിങ്ങൾ സപ്പോർട്ട് പോലെ ഇരിക്കും. അപ്പോൾ ബൈ ബൈ, താങ്ക് യു, ബൈ ബൈ, ബൈ ബൈ. എന്തായാലും പറയണ്ടോ? കുറേ ദിവസം ഒരുമിച്ചുണ്ടല്ലോ. എന്തായാലും ഇപ്പൊ പിരിയാൻ പോകുന്നു. കാണണമല്ലോ. അപ്പൊ ലൈറ്റ്സ് ഓഫ്.